ടോക്സിക്കായ ആളുകളെ എങ്ങനെ നേരിടാം? നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ ഒഴിവാക്കാൻ 4 സൈക്കോളജി ട്രിക്കുകൾ. കുറ്റബോധമില്ലാതെ നോ പറയാൻ ശീലിക്കാം. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ചോർന്നു പോകുന്നതായി തോന്നിയിട്ടുണ്ടോ? അവരെപ്പോഴും നാടകീയമായ പ്രശ്നങ്ങളുണ്ടാക്കുകയും നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ ചുറ്റിലും ടോക്സിക്കായ ആളുകളുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരം വിഷലിപ്തമായ ആളുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നും ഒഴിവാക്കാൻ കഴിയാത്തവരെ മനഃശാസ്ത്രപരമായി എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുമാണ്. പോയിന്റ് 1. എന്തുകൊണ്ടാണ് നാം ടോക്സിക് ആളുകളെ ആകർഷിക്കുന്നത്? വൈ ഡു വി അട്രാക്ട് ടോക്സിക് പീപ്പിൾ? പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം എപ്പോഴും ഇത്തരം ആളുകൾ കടന്നുവരുന്നതെന്ന്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. സ്വന്തം മൂല്യം തിരിച്ചറിയാതിരിക്കുക, അമിതമായ സഹാനുഭൂതി, പിന്നെ അവരെ ഞാൻ സ്നേഹിച്ച് നന്നാക്കിയെടുക്കും എന്ന ചിന്താഗതി. നിങ്ങൾക്ക് വ്യക്തമായ അതിരുകളില്ലെന്നും എന്ത് ത്യാഗം സഹിച്ചും മറ്റുള്ളവർക്കു വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെന്നും കാണുമ്പോൾ ഈ ടോക്സിക് ആളുകൾ നിങ്ങളെ എളുപ്പത്തിലൊരു ഇരയാക്കി മാറ്റും. പോയിന്റ് 2. ബന്ധങ്ങളിലെ അപകടസൂചനകൾ. റെഡ് ഫ്ലാഗ്സ് ഇൻ റിലേഷൻഷിപ്സ്. ഒരു വ്യക്തി ടോക്സിക് ആണെന്ന് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. 1. ലവ് ബോംബിംഗ്. പരിചയപ്പെട്ട തുടക്കത്തിൽ തന്നെ അമിതമായ സ്നേഹവും ശ്രദ്ധയും നൽകി നിങ്ങളെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുക. 2. ഗ്യാസ് ലൈറ്റിംഗ്. നിങ്ങൾ കണ്ടതും കേട്ടതുമായ യാഥാർത്ഥ്യങ്ങളെപ്പോലും നിങ്ങളെക്കൊണ്ട് തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുക, നിനക്ക് തോന്നുന്നതാണെന്ന് വരുത്തി തീർക്കുക. 3. എന്ത് തെറ്റ് ചെയ്താലും സമർത്ഥമായി നിങ്ങളെ കുറ്റപ്പെടുത്തുകയും അവരെപ്പോഴും ഇരയാണെന്ന് പ്ലേയിങ് ദ വിക്ടിം സ്ഥാപിക്കുകയും ചെയ്യുക. 3. അതിരുകൾ നിശ്ചയിക്കുക. സെറ്റിംഗ് ബൗണ്ടറീസ്. ഇതിൽ നിന്നും രക്ഷ നേടാനുള്ള ആദ്യത്തെ പടി നിങ്ങളുടെ ബൗണ്ടറികൾ ശക്തമാക്കുക എന്നതാണ്. നിങ്ങൾക്ക് എന്ത് സ്വീകാര്യമാണ്, എന്ത് സ്വീകാര്യമല്ല എന്ന് മറ്റുള്ളവരോട് കൃത്യമായി ആശയവിനിമയം നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു കുറ്റബോധവുമില്ലാതെ മുഖത്തു നോക്കി നോ പറയാൻ ശീലിക്കുക എന്നതാണ്. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ അതിന് വ്യക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് അവരെ അറിയിക്കാൻ മടിക്കരുത്. പോയിന്റ് 4. ദ ഗ്രേ റോക്ക് മെത്തേഡ്. ഇനി കുടുംബത്തിലോ ജോലിസ്ഥലത്തോ ഉള്ളവരായതുകൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിലോ? അവിടെയാണ് ഡാർക്ക് സൈക്കോളജിയിലെ ഏറ്റവും ഫലപ്രദമായ തന്ത്രമായ ഗ്രേ റോക്കിംഗ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. വഴിയിൽ കിടക്കുന്ന വികാരങ്ങളില്ലാത്ത ചാരനിറത്തിലുള്ള ഒരു കല്ലുപോലെ ഗ്രേ റോക്ക് തികച്ചും വിരസമായി മാറുക എന്നതാണ് ഈ തന്ത്രം. നാർസിസ്റ്റുകളായ ആളുകൾ നിങ്ങളുടെ ദേഷ്യത്തിൽ നിന്നും വൈകാരികമായ പ്രതികരണങ്ങളിൽ നിന്നുമാണ് ഊർജ്ജം കണ്ടെത്തുന്നത്. അതവർക്ക് നൽകാതിരിക്കുക. ഇതെങ്ങനെ പ്രായോഗികമാക്കാം? ചെറിയ മറുപടികൾ. അവരെന്തു പറഞ്ഞാലും അതെ, ശരി, എന്നിങ്ങനെയുള്ള വളരെ ചെറിയ ഉത്തരങ്ങൾ മാത്രം നൽകുക. വികാരങ്ങൾ മറച്ചുവെക്കുക. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു വികാരവും പുറത്തു കാണിക്കരുത്. വ്യക്തിപരമായ വിവരങ്ങൾ. നിങ്ങളുടെ ചിന്തകളോ സന്തോഷങ്ങളോ സങ്കടങ്ങളോ അവരുമായി യാതൊരു കാരണവശാലും പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങളിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള താൽപ്പര്യം നഷ്ടപ്പെടുകയും അവർ താനേ നിങ്ങളെ ഒഴിവാക്കിപ്പോയിക്കൊണ്ടുകയും ചെയ്യും. ഒരു ചെറിയ മുന്നറിയിപ്പ്, വാർണിംഗ്. ഗ്രേ റോക്കിംഗ് എന്നതൊരു താൽക്കാലിക പരിഹാരമാണ്. നിരന്തരമായി സ്വന്തം വികാരങ്ങൾ മറച്ചുവയ്ക്കുകയും വിരസമായി പെരുമാറുകയും ചെയ്യുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിച്ചേക്കാം. അതിനാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാനസിക സമാധാനത്തേക്കാൾ വലുതല്ല മറ്റൊരു വ്യക്തിയും. നിങ്ങളെ ബഹുമാനിക്കാത്ത ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പഠിക്കുക. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.